ഭക്ഷണശീലത്തെപ്പറ്റി പറയുമ്പോൾ എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, ഇത് മൂന്നും പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മലയാളികളുടെ ഭക്ഷണശീലം പരമ്പരാഗതമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണമായിരുന്നു നമ്മളുടേത്. ഇപ്പോൾ ആധുനികമായിട്ടുള്ള ചില ടെൻഡൻസികൾ വന്നതോടുകൂടി അതിൽ കോട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും പരമ്പരാഗതമായി നമ്മുടെ ഭക്ഷണ രീതി നല്ലതാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേരളത്തിൽ ലഭിക്കുന്നത് പോലെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലോകത്തെവിടെയും തന്നെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ പുട്ടും കടലയും, അല്ലെങ്കിൽ ദോശയും സാമ്പാറും, അല്ലെങ്കിൽ ഉപ്പുമാവ്, അതുപോലെയുള്ള പലതരത്തിലുള്ള ഭക്ഷണ പലഹാരങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇത് സമീകൃതമായിട്ട് കഴിക്കണം എന്നുള്ള ഒരു അടിക്കുറിപ്പും കൂടി ഇതോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. കാരണം ഭക്ഷണം എന്ത് കഴിക്കുന്നു എന്നുള്ളതോടൊപ്പം തന്നെ എത്ര കഴിക്കുന്നു എന്നുള്ളതും കൂടെ. ഇപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാൾ രാവിലെ 3 ഇഡ്ഡലി കഴിക്കുന്നതിന് പകരം 10 ഇഡ്ഡലിയാണ് കഴിക്കുന്നതെങ്കിൽ അത് അമിതമാണ് അല്ലേ. അതുകൊണ്ട് കൃത്യമായ അളവിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് കണക്കാക്കേണ്ടതാണ്. ഭക്ഷണത്തെ നമ്മൾ അത് അനലൈസ് ചെയ്യുമ്പോൾ 3 ഘടകങ്ങളാണ് പ്രധാനമായും ഭക്ഷണത്തിലുള്ളത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, പിന്നെ ഫാറ്റ്, പിന്നെ ഒപ്പം കുറച്ച് മിനറൽസ്, വൈറ്റമിൻസ്, ഫൈബർ, ഇതെല്ലാം ഭക്ഷണത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യം പറയാം. കാർബോഹൈഡ്രേറ്റ്സ് അന്നജം എന്ന് മലയാളത്തിൽ പറയും. അതിൻ്റെ സാധാരണഗതിയിൽ കേരളത്തിലുള്ള ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അന്നജം ഇപ്പോഴും അരി ഭക്ഷണമാണ്. അരിയും ഗോതമ്പും തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അന്നജം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവ് മൂലം മില്ലറ്റ്സിൻ്റെ ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ട്. ചെറുധാന്യങ്ങൾ എന്ന് വിളിക്കുന്ന അവയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അന്നജം അരി ആഹാരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടീനും കൂടെ അതിനോടൊപ്പം കഴിക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസ്യം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. മാംസമല്ല, മാംസ്യം. അപ്പോൾ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അമിനോ ആസിഡ് എന്ന് വെച്ചാൽ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന ഇഷ്ടികകൾ എന്ന് പറയുന്ന പോലെ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അമിനോ ആസിഡുകൾ കൊണ്ടാണ്. മൊത്തം 20 അമിനോ ആസിഡുകൾ മാത്രമേ ലോകത്തുള്ളൂ. ഈ 20 അമിനോ ആസിഡുകളിൽ 9 എണ്ണം അത് പുറത്തു നിന്നും നമുക്ക് കിട്ടേണ്ടതാണ്. അതിൽ ചിലത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത അമിനോ ആസിഡുകൾ നമ്മൾ ഭക്ഷണം വഴി മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതിനെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. പൊതുവേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ് ഏറ്റവും അധികം അമിനോ ആസിഡ്സ് ഉള്ളത്. അതായത് ശരീരത്തിന് വേണ്ട എല്ലാ അമിനോ ആസിഡുകളും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലുണ്ട്. പാല്, മുട്ട, ഇറച്ചി, മീൻ, ഇതിലെല്ലാം തന്നെ ആവശ്യത്തിന് അമിനോ ആസിഡ്സ്. എന്നാൽ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് ആയിട്ടുള്ള പരിപ്പ്, കടല, ചന്ന, അങ്ങനെയുള്ള ആ വർഗത്തിൽ പെട്ടിട്ടുള്ള എല്ലാത്തിലും തന്നെ ചില അമിനോ ആസിഡുകളുടെ കുറവ് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മെത്തയോണിൻ എന്നുള്ള ഒരു അമിനോ ആസിഡിൻ്റെ ഏറ്റക്കുറച്ചിൽ, അതുപോലെ ല്യൂസീൻ എന്നുള്ള അമിനോ ആസിഡിൻ്റെ ഏറ്റക്കുറച്ചിൽ ഭക്ഷണത്തിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഏറ്റക്കുറച്ചിൽ നമുക്ക് അരിഭക്ഷണത്തോടൊപ്പം പരിപ്പ് കഴിച്ചാൽ ഈ ഒരു ഇനിക്വാളിറ്റി നമുക്ക് മാറ്റാൻ സാധിക്കും. ഉദാഹരണത്തിന് അരിഭക്ഷണത്തിൽ ല്യൂസീൻ കുറവാണ്, നേരെ മറിച്ച് പരിപ്പ് വർഗ്ഗങ്ങളിൽ മെത്തിയോണിൻ കുറവാണ്. എന്നാൽ ഇതിൽ രണ്ടിലും ഇല്ലാത്ത സംഗതി മറ്റേ ഘടകത്തിലുണ്ട് എന്നുള്ളതിനാൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുറവുകളെല്ലാം നികന്നു പോകുന്നു എന്നുള്ളതാണ് നല്ല ഒരു വാർത്തയായിട്ട് നമുക്ക് അറിയാനുള്ളത്. പച്ചക്കറിയായിട്ട് നമ്മൾ കഴിക്കുന്നത് പരിപ്പ് വർഗ്ഗങ്ങൾ പ്രോട്ടീനാണ്. അതോടൊപ്പം തന്നെ പച്ചക്കറികൾ എന്ന് പറയുന്നത് കിഴങ്ങല്ലാത്ത പച്ചക്കറികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു പ്ലേറ്റിൽ ഒരു സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ പകുതിയെങ്കിലും നമ്മൾ പച്ചക്കറി വർഗ്ഗങ്ങൾ കഴിക്കണമെന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ അന്നജം അടങ്ങിയിട്ടുള്ള അരി, ഗോതമ്പ് മുതലായിട്ടുള്ള ഐറ്റംസ് ഒരു പ്ലേറ്റിൻ്റെ ഒരു 1/3 അതിൽ കുറവോ മതി എന്നുള്ളതാണ് വാസ്തവത്തിലുള്ള ബാലൻസ്ഡ് ഡയറ്റിൻ്റെ പ്ലാൻ. ഇത് കേൾക്കുമ്പോൾ പലർക്കും അതിശയമുണ്ടാകും. കാരണം നമ്മൾ വയറ് നിറച്ച് ചോറ് കഴിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ വയറ് നിറച്ച് ചോറ് എന്നുള്ളതിന് പകരം ആ പ്ലേറ്റിൽ 1/3 ഭാഗത്ത് മതി എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ളത്. പാടത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ, അല്ലെങ്കിൽ ലേബററിനോ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കോ സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും. പക്ഷേ ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഭക്ഷണം മാത്രം മതി എന്നുള്ളതാണ് ഒരു നേരത്തേക്ക്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആവശ്യത്തിനുള്ള ഫാറ്റ്സ് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. അമിതമായിട്ട് കഴിക്കണമെന്നുള്ളതല്ല, പലതരത്തിലുള്ള എണ്ണകൾ ഏറ്റവും മിതമായ അളവിൽ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അല്ലാതെ ഒരു എണ്ണ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കുകയും മറ്റെല്ലാം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. കാരണം ഒരു എണ്ണയിലുള്ള ഗുണങ്ങൾ
എല്ലാ എണ്ണയിലും പല ഗുണങ്ങളാണുള്ളത്. അതുകൊണ്ട് പല എണ്ണകളിലും ചെറിയ ചെറിയ അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ചില ആവശ്യങ്ങൾക്ക് വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ മറ്റ് ചില ആവശ്യങ്ങൾ, ഡീപ്പ് ഫ്രൈയിങ്ങിന് വേണ്ടി വന്നാൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ബട്ടറിന് അതിൻ്റേതായിട്ടുള്ള മറ്റ് മേന്മകളുണ്ട്. എന്നാൽ ബട്ടറിനുള്ളിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞത് സമീകൃതമായിട്ടുള്ള ആഹാരം എന്താണെന്നുള്ളതും നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിക്കണമെന്നുള്ളതും അതിൻ്റെ അളവ് ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ഇതിൽ നിന്നുള്ള സന്ദേശങ്ങൾ.